ഒന്നും പറയാനില്ല. അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. അമ്മക്കോഴി പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളതാ ചാടി ഇറങ്ങുന്നത്. ഇത് ഏകദേശം 10 ദിവസത്തിൻ്റെ അടുത്തായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് ഒരു മാസമായ ഓർഡറിൽ കൊടുക്കാനുള്ളതാണ്. അമ്മക്കോഴിന് കൊടുക്കണില്ല, കാരണം നമ്മൾ റെഡും വൈറ്റും ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ട് പാരൻറ് സ്റ്റോക്ക് ഉണ്ട്, അതിൽപ്പെട്ട അമ്മക്കോഴിയാണ്. കുഞ്ഞുങ്ങളുണ്ടില്ല, നല്ല കളറായിട്ടുള്ള എല്ലാ ഐറ്റംസിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 7 കളർ വരുന്നുണ്ട്, ലൈനേജ് ടൈപ്പ് ഉണ്ട്, എല്ലാ ഐറ്റംസിലും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതൊരു മാസമായി നമ്മളിതിന് ഒരു പീസിന് 100 രൂപയാണ് വരിക കേട്ടോ. ചില ആളുകൾ കുറേ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതേമാതിരി നമ്മൾ ഇൻബോക്സിൽ വന്നിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ചിലപ്പോൾ നമ്മൾക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചാൽ മതി. അത്യാവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാട്സപ്പിൽ വന്ന മെസ്സേജ് ഒന്നും റീപ്ലൈ കൊടുക്കാനില്ല, കാരണം അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട്. പിന്നെന്താ വെച്ചാൽ കുറച്ചെന്തായാലും താമസം ഉണ്ടാവും കേട്ടോ. കാരണം അങ്ങനത്തെ സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മക്കോഴും കുഞ്ഞുങ്ങളായിട്ടാണ് കൂടുതൽ ആൾക്ക് വേണ്ടത്. എല്ലാ ഒരു മാസമായ കുഞ്ഞുങ്ങളും കുറേ ഓർഡർ ഉണ്ട്. അപ്പോൾ കുറച്ച് ആ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ആദ്യം ചോദിച്ചവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അമ്മക്കോഴി നമ്മൾ പാരൻറ് സ്റ്റോക്കിലേക്ക് തന്നെ മാറ്റും, കുഞ്ഞുങ്ങൾ ഓരോ പീസായിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് കൊടുക്കുക കേട്ടോ. ചിലർ 5 എണ്ണം വേണം 4 എണ്ണം വേണമെന്ന് പറഞ്ഞേക്ക് വിളിക്കുന്നുണ്ട്. അതേമാതിരി ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ 4 5 ഒക്കെ എടുക്കുമ്പോൾ ആ ഡെലിവറി ചാർജ് 300 രൂപ കൊടുത്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം കൂടുതൽ ആളുകൾ എടുക്കുന്നത് 20-25 വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ്. നമ്മളൊരു ബാച്ചിൽ എത്ര 10 12 എത്ര വരുന്നത് അതാണ് കൊടുക്കൽ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 5 6 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ പിന്നെ ആ ലെവലിൽ എടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഡെലിവറി ചാർജ് കൊടുത്തിട്ട് ആരും എടുക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമുള്ള ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. കറക്റ്റ് പക്ക അവിടെ ഇരിക്കുന്ന നാടൻ കോഴികളാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് എടുത്തോല് കുറേ ആളുകളുണ്ട്. പിന്നെ കായംകുളം ഉണ്ട്, ആലപ്പുഴ ഉണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ, പിന്നെ കൂത്താട്ടുകുളം ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുകയാണ്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. തിരുവനന്തപുരത്തുണ്ട്, നെയ്യാറ്റിൻകര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് കൂടുതലെടുത്ത ആളുകളുണ്ട് കേട്ടോ. കുറച്ച് ഓരോ സെറ്റായിട്ട് എടുത്ത് ഒരുപാട് പേരുണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. പിന്നെ ഇന്നലെ നമ്മളെ നേക്കഡ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു അടിയിലൊരു പോസ്റ്റ് വന്നിന്, ഒരു കമൻറ്റ് കണ്ട്, ഉടായിപ്പാണ് ഇതിൽ ഈ തള്ളക്കോഴിൻ്റെ ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ല എന്നുള്ളത്. അത് നമ്മൾ എല്ലാ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോയിലും നോക്കിയാൽ തന്നെ അതിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അമ്മക്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റൊന്നും അതിലില്ല എന്നുള്ളത്. കാരണം അതിൻ്റെ മുട്ട 2 ദിവസം മുന്നുള്ള ഇതിൽ കയറിപ്പോയിണ്ടാവും. അവിടെ ആയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടൊക്കെ അടുത്ത കോഴിക്ക് വേറെ കയറിപ്പോയിണ്ടാവും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിൽ നോക്കി ഏകദേശം കാണാൻ പറ്റും. പല കളറിലുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള മുട്ടയാണ് വെക്കുക. അപ്പോൾ ഇന്ന് ഒരു 10 12 മുട്ട ഒരു കോഴിക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് 10 12 കോഴിൻ്റെതാവും. ചിലത് ഒരേ മാതിരിയുള്ള കളർ കോഴികളുണ്ടാവും, അത് പറയാൻ പറ്റില്ല. കൂടുതലും വ്യത്യസ്ത കളറിലാണ് കുഞ്ഞുങ്ങൾ വരിക. ഇതിൽ വൈറ്റൊക്കെ കാണുന്നത് ഫുൾ വൈറ്റ് അല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ട് കമൻറ്റിൽ, വൈറ്റ് ഫുള്ള് വൈറ്റാണല്ലോ, വൈറ്റ് ലഗാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വൈറ്റിൽ റെഡ് കയറി വരുന്ന ഏകദേശം ഈ അമ്മക്കോയിൻ്റെ മാതിരിയും ഇതിനെക്കാട്ടിയും ജർഗമിൽ മാത്രം റെഡും ബാക്കി ഫുള്ള് വൈറ്റുള്ള അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ടുള്ള പാരൻറ് സ്റ്റോക്ക് ഉണ്ട്. അങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ആ കണ്ടത്. അപ്പോൾ അതുപോലെ ഇതിൽ ഈ വൈറ്റൊക്കെ ഫുൾ വൈറ്റും ഉണ്ടാവും. അതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും, റെഡ് കയറി വരും. ചിലത് ഇതേമാതിരി അമ്മക്കോയിൻ്റെ അതേമാതിരി ആവും. ചിലത് നേരത്തെ പറഞ്ഞ മാതിരി ജർഗമൽ മാത്രം റെഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യണമൊക്കെ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് പോകുന്നുണ്ട് കേട്ടോ സാധനം. പിന്നെ നമ്മൾ അധികം റേറ്റ് വരുന്നതാണ് ഇതിപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിരുന്നത്. അധികം റേറ്റ് ഇല്ല. അങ്ങനെ ചിലർക്ക് 1500 അത്ര ഉള്ളതൊന്നും ചിലർക്ക് പറ്റില്ല. നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് എത്ര വെച്ചാൽ 1000 ആണ്. 10 കുഞ്ഞുങ്ങളും കോഴിയും കൂടെ 1000 മുതലാണ് വരുന്നത്. പിന്നെ ഇന്നലെ പുള്ളിക്കോയിൻ്റെ ഇട്ടിനി, പുള്ളിക്കോയി 1500-നാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഓരോ ലെവലിലാണ് വരിക. അപ്പോൾ നമ്മൾ ആവശ്യക്കാരെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ വീഡിയോ വിട്ടുകൊടുക്കും, എന്നിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ കണ്ടില്ല, കുഞ്ഞുങ്ങൾ എത്ര ദിവസമായിട്ട് നല്ല ആക്റ്റീവായിട്ട് അടിപൊളി കുഞ്ഞുങ്ങളാണ്. ബോക്സിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സമയവും വെയിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.
പിന്നെ അത്രയും ഓർഡർ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എപ്പം തരാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ സപ്പോർട്ടാണ് നമ്മളെ വിജയം. ഓക്കെ.